കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവ് MDMA വിഴുങ്ങിയതായി സംശയം. താമരശ്ശേരി അരയത്തും ചാലിൽ സ്വദേശി ഫായിസ് പോലീസ് കസ്റ്റഡിയിൽ. നേരത്തെ MDMA വിഴുങ്ങി മരിച്ച ഷാനദിന്റെ സുഹൃത്താണ് ഫായിസ്. വിവരങ്ങളുമായി അഭിന ചേരുന്നുണ്ട്. അഭിന, വീണ്ടും ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ്. ഇതുപോലെയൊരു സംഭവം മുൻപേ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അയാളുടെ സുഹൃത്താണ് ഈ MDMA വിഴുങ്ങിയതെന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും ഹരിത, അങ്ങനെ തന്നെയാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട്, ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ലഹരി ഒഴുക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ് ഇന്നിപ്പോ രണ്ടാമത്തെ തവണയാണ് വീണ്ടും ഒരു പ്രതിയെ പിടികൂടുന്നത്. അതോടൊപ്പം തന്നെ എലത്തൂരിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഈ ലഹരി ഉപയോഗിച്ച മകനെ പോലീസിൽ ഏൽപ്പിച്ച ഒരു അമ്മ പോലീസിൽ ഏൽപ്പിക്കുന്ന ഒരു സംഭവം കൂടെ ഇന്ന് ഈ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നതായാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതോടൊപ്പം തന്നെ അല്പസമയം മുൻപായിരുന്നു ഈ താമരശ്ശേരി അരയത്തുംചാലിൽ ഫായിസിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും. വീട്ടിൽ അമിതമായ രീതിയിൽ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന്, അതായത് വീട്ടുകാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഫായിസ് വീട്ടിൽ നിലവിളി കൂട്ടുന്നതും അതുപോലെ തന്നെ ബഹളം വെക്കുന്നതും. ഇതുകൊണ്ട് നാട്ടുകാരാണ് വിവരം പോലീസിൽ അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടിയപ്പോൾ പ്രതി തന്നെയാണ് പറഞ്ഞത് താൻ MDMA വിഴുങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഏതായാലും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അവിടെ നിന്നും കാര്യമായി ഒന്നും കണ്ടെത്താനാവാത്തതിനെ തുടർന്ന് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രതിയെ ഫായിസിനെ കൊണ്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫായിസ് മുൻപ് MDMA വിഴുങ്ങിയ ഷാനിദുമായി അടുത്ത ബന്ധമുള്ള ആളാണെന്ന് എന്ന് തന്നെയാണ് ഈ പോലീസിന്റെ ഏറ്റവും വലിയൊരു സംശയം. ഈ പ്രതി അത് സൂചിപ്പിക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി ഇത് കേന്ദ്രീകരിച്ചായിരിക്കും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതികളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ന് അതോടൊപ്പം തന്നെ ഇന്നലെ കേസിലെ പ്രധാന കണ്ണിയെ ഇന്ന് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇനി വരും ദിവസങ്ങളിൽ വലിയ എളുപ്പമായിരിക്കും ഇത്തരത്തിൽ പ്രതികളെ പിടികൂടാനും. അതുപോലെ തന്നെ ഇനി കൂടുതൽ ആളുകൾ ഈ ഒരു കേസുമായി സംബന്ധിച്ച് ആരൊക്കെ ഉണ്ട് എന്നുള്ളതിൽ പോലീസിനെ എത്തിപ്പെടാൻ സാധിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ ഒരു കേസ് മുൻപോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ താമരശ്ശേരിയിൽ ഇത് സംബന്ധിച്ച് താമരശ്ശേരി വലിയ രീതിയിലൊരു മാഫിയ തന്നെ ഇതിന്റെ പുറകിൽ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. കാരണം താമരശ്ശേരിയിൽ നിന്നും വരുന്ന മൂന്നാമത്തെ അല്ലെങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന രണ്ടാമത്തെ ഒരു MDMA പിടികൂടിയ വാർത്തയാണ് ഈ ഒരു ദിവസം തന്നെ മാത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് പ്രധാനമായും ഇത് കേന്ദ്രീകരിച്ചായിരിക്കും ഇനി പരിശോധനകളെല്ലാം തന്നെ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ താമരശ്ശേരി കേന്ദ്രീകരിച്ചും പോലീസ് പരിശോധന കർശനമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹരിത, അഭിന, നിലവിലെ ഫായിസ് ആശുപത്രിയിൽ തുടരുകയാണോ? വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണോ ഇയാൾ വിഴുങ്ങിയതിലൊരു സ്ഥിരീകരണം പൂർണ്ണമായും ഉണ്ടായോ? ഹരിത, ഈ പ്രതി വിഴുങ്ങി എന്നുള്ളത് പോലീസിനെയാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് വീട്ടിൽ നിന്നും വീട്ടുകാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഈ ഭീഷണിപ്പെടുത്തുന്ന സമയത്താണ്, അതായത് വലിയ രീതിയിലൊരു ബഹളം തന്നെ വീട്ടിൽ നിന്ന് കേട്ടതിനെ തുടർന്ന് നാട്ടുകാരാണ് ഈ വിവരം പോലീസിൽ അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം പോലീസ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തി ഒരു പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ ഇതിൽ നിന്നും ഈ പ്രതിയുടെ വയറ്റിൽ നിന്നും MDMA പോലുള്ള വസ്തുക്കളൊന്നും തന്നെ കണ്ടെത്താനായില്ല. തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ പ്രതിയെ കൊണ്ടുപോയിട്ടുള്ളത്. പ്രതി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. ഇനി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കും മറ്റ് നടപടികളെല്ലാം തന്നെ ആരംഭിക്കുക. ഇനി MDMA ഉണ്ട് എന്നുള്ളത് എൻഡോസ്കോപ്പിയിലൂടെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇതുണ്ടെന്ന് കണ്ടെത്തിയാൽ തന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറിയാണ്. ഈ സർജറി നടത്തുന്നതിലൂടെയാണ് പ്രതിയുടെ വയറ്റിൽ ഇത്തരത്തിലുള്ള MDMA ഉണ്ടോ എന്നുള്ളതിലേക്ക് ഒരു വിലയിരുത്തലേക്ക് പോലീസിന് എത്താൻ സാധിക്കുകയുള്ളൂ. ഏതായാലും പ്രതി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഹരിത, ശരി, അഭിനയാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് വീണ്ടും മയക്കുമരുന്ന് വേട്ട. താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി പുല്ലുമല വീട്ടിൽ മിർഷാദ് എന്ന മസ്താനെയാണ് പിടികൂടിയത്. എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. 58 ഗ്രാം MDMA യാണ് പിടികൂടിയത്. എക്സൈസ് പിന്തുടർന്നാണ് മിർഷാദിനെ പിടികൂടിയത്. താമരശ്ശേരിയിലെ പ്രധാന ലഹരി വിൽപ്പനക്കാരനാണ് പിടിയിലായ മിർഷാദ് എന്ന് എക്സൈസ് പറഞ്ഞു. യാസിറും ആഷിഖുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കും. താമരശ്ശേരിയിലെ പല അക്രമ സംഭവവുമായി ഇയാൾക്ക് ബന്ധമെന്നും എക്സൈസ് പറഞ്ഞു. മിർഷാദ് നിരവധി കേസിലെ പ്രതിയാണെന്നും MDMA വിഴുങ്ങി മരിച്ച ഷാനദിന്റെ സുഹൃത്താണ് മിർഷാദ് എന്നും എക്സൈസ് വ്യക്തമാക്കി.